കണ്ണൂരിൽ CPM നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. കെ രാഗേഷ്, പി ജയരാജൻ, TV രാജേഷ് തുടങ്ങിയ മുതിർന്ന നേതാക്കളൊക്കെയും ഈ പ്രതിഷേധത്തിന് മുൻനിരയിൽ തന്നെയുണ്ട്. സംസ്ഥാനത്ത് പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധം തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണൂരിൽ പി ജയരാജനും കെ രാഗേഷും TV രാജേഷും അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ കയറി ചെന്ന് യൂത്തന്മാരും ആക്രമിച്ചു. നടക്കാനും സൗകര്യം കൊടുക്കണം. കുറച്ച് ബാക്കോട്ട് വന്നിട്ട് കണ്ണൂരിൽ CPM-ന്റെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. മുൻ MLA-യും SFI-യുടെയും DYFI-യുടെയും ഒക്കെ നേതാവായിരുന്ന TV രാജേഷ് തന്നെയാണ് അവിടെ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത്. പി ജയരാജനും കെ രാഗേഷും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഈ പ്രതിഷേധ റാലി നയിക്കുന്നത്. കേരളത്തിൽ പ്രതിഷേധം കണ്ണൂരിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഒരു മന്ത്രിക്ക് നേരെ കായികമായ ആക്രമണം ഉണ്ടായത് ആദ്യമാണ്. ആ ആക്രമണത്തിൽ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ പ്രതിഷേധമാണ് ഇന്ന് സംസ്ഥാനത്താകെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഉണ്ടാവുക. അതിനുള്ള ആഹ്വാനമാണ് CPM നൽകിയിരിക്കുന്നത്. കണ്ണൂരിൽ ആ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു. ആശുപത്രിയിലും റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ യാത്രയാണ്. അത് മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഈ പ്രതിഷേധം നയിക്കുന്നത്. പി ജയരാജൻ, കെ രാഗേഷ്, TV രാജേഷ് അടക്കമുള്ള നേതാക്കൾ തന്നെയാണ് പ്രതിഷേധം നയിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി വീണ ജോർജിനെ ഇപ്പോൾ ആശുപത്രിയിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി സന്ദർശനം കഴിഞ്ഞ് പുറത്തേക്കെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. വിനോദ, പ്രതിഷേധം കണ്ണൂരിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിൽ മറ്റൊന്നുകൂടി ചോദിച്ചോട്ടെ, KSUവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല, തങ്ങളുടെ പ്രവർത്തകരാരും മന്ത്രി വീണ ജോർജിനെ സ്പർശിച്ചിട്ടില്ല, ഇത് നാടകമാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ അത്ര ഒരു ന്യായീകരണവുമായി KSU നേതാക്കൾ വരുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടുണ്ടോ? കിരൺ, ഇതുവരെ ഔദ്യോഗികമായ ഒരു പ്രതികരണം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. KSUവിന്റെ വാദം കോൺഗ്രസ് ഏറ്റെടുക്കുമോ, അത് അപ്പാടെ ആവർത്തിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. പക്ഷേ നമുക്ക് വളരെ വ്യക്തമാണ് ദൃശ്യങ്ങളിൽ ഈ സമരക്കാർ പോലീസിനെ മറികടന്ന് മന്ത്രിയുടെ അടുത്തെത്താൻ ശ്രമിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. അത് കിരൺ, അതാണ് നമ്മൾ തുടക്കം മുതൽ പറയുന്നത്. ഏതൊരു സമര രീതിയിലായിരുന്നാലും അത് നമുക്ക് പൊതുവിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം അത് പുരുഷനായാലും സ്ത്രീ ആയിരുന്നാലും മന്ത്രിയാണ്, ഒരു മന്ത്രി, അത് വനിതാ മന്ത്രിയാണ്, ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ ആക്രമിക്കുക എന്നത് ശരിയായ ഒരു കാര്യമല്ല. അത് ഏതർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാലും, എത്ര വലിയ പ്രതിഷേധമെന്ന് പറഞ്ഞാലും, ആരോഗ്യവകുപ്പിലെ വീഴ്ചയായാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും അതിനെല്ലാം തന്നെ പ്രതിഷേധത്തിൻ്റെ രീതിയും അതിൻ്റെ മാർഗവുമുണ്ട്. അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ജനങ്ങൾക്ക് ഈ വീഴ്ച ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, സർക്കാരിന് അക്കാര്യത്തിൽ വ്യക്തമായ മറുപടിയില്ലെങ്കിൽ ആ കാര്യം തുറന്നു കാട്ടുക, അങ്ങനെയൊക്കെ തന്നെ നിരവധിയായ മാർഗങ്ങളുണ്ട്. അവിടെ മന്ത്രിയെ പോലീസിനെ മറികടന്ന് മന്ത്രിയുടെ അടുത്തേക്ക് പോയി ഒരു പ്രതിഷേധം, അതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു. അതേസമയം കിരൺ, നമുക്ക് പറയേണ്ടി വരും, പോലീസിന് ഇവിടെ വീഴ്ച പറ്റിയോ എന്ന കാര്യം വളരെ വിശദമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് മന്ത്രി വീണ ജോർജിനെതിരെ ആദ്യമായി നടക്കുന്ന ഒരു പ്രതിഷേധമല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി അവർക്കെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്.
അവരുടെ ഔദ്യോഗിക വസതി മറികടന്ന് അവിടെ റീത്ത് വെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലും പത്തനംതിട്ടയിൽ അവർക്കെതിരെ പ്രതിഷേധങ്ങളുണ്ടായി. അതിന് മുൻപത്തെ ദിവസങ്ങളിൽ തുടർച്ചയായി അവർ പോകുന്ന സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്ന ഇടങ്ങളിലുമൊക്കെ തന്നെ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 2 വനിതാ പോലീസുകാർ മാത്രമാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്, 2 വനിതാ പോലീസുകാർ മാത്രമാണ് മന്ത്രിക്ക് അടുത്തുള്ളത്. മന്ത്രി ഇടയ്ക്ക് ക്ഷുഭിതയാകുന്നുണ്ട്. കാരണം അവരുടെ അടുത്തേക്കെത്തി അവരെ സ്പർശിച്ചു എന്ന കാര്യം, അവർക്ക് പരിക്ക് പറ്റിയ കാര്യം സ്വാഭാവികമാണ്. തൻ്റെ അടുത്തേക്ക് ഒരാൾ വരുമ്പോൾ, തൻ്റെ ശരീരത്തിൽ ഒരാൾ സ്പർശിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും അത് ദേഷ്യമുണ്ടാകും, ആ തരത്തിൽ പ്രതികരണമുണ്ടാകും. മന്ത്രി സ്വാഭാവികമായും അവരുടെ പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ സമയത്ത് അവരെ അനുനയിപ്പിക്കാനാണ് പുരുഷ പോലീസുകാർ ഉൾപ്പെടെ ശ്രമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്, പുരുഷ പോലീസുകാർ ഉൾപ്പെടെ മന്ത്രിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം 2 വനിതാ പോലീസുകാരാണുള്ളത്. അവർ മന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് കൂടുതൽ പ്രകോപനത്തിലേക്ക് പോകരുത് എന്ന തരത്തിൽ. ആ ഒരു ഘട്ടത്തിലേക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾ ചെന്നു നിന്നു എന്ന് തന്നെയാണ് കിരൺ വളരെ പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ഇത്തരം സമരങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായി പോലീസ് ലാത്തി വീശേണ്ടി വരും, അല്ലെങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റേണ്ടി വരും. നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിലും അല്ലാതെയൊക്കെ തന്നെ നിരവധി പ്രതിഷേധങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഈ തരത്തിലാണോ ഒരു മന്ത്രിക്ക് കവചമൊരുക്കേണ്ടതെന്ന ചോദ്യം ബാക്കിയാകുന്നു. ഇതാദ്യമായല്ല കിരൺ മന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ ഒരു പാളിച്ച നമ്മൾ കാണുന്നത്. കാരണം ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാടിക്കടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് 3 പോലീസുകാരാണ്. അത് കഴിഞ്ഞ് പിന്നെയും ഏതാണ്ട് 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പോലീസ് അവിടെ എത്തുന്നത്, അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്? പോലീസിൻ്റെ നേതൃത്വത്തിന്, ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ അവർക്ക് വേണ്ടത്ര ഗൗരവമില്ലയോ? അല്ലെങ്കിൽ താഴോട്ടുള്ള പോലീസുകാർ കൃത്യമായി ആക്ട് ചെയ്യുന്നില്ലേ? എന്താണ് ഇതിനുള്ളിൽ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ പലരും പറയുന്നത് പോലെ കിരൺ, നമുക്കറിയാം ഈ പോലീസിൻ്റെയൊക്കെ ചാഞ്ചാട്ടം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സർക്കാർ എങ്ങാനും മാറിയാൽ തങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് കരുതി ഈ നിസ്സംഗത പാലിക്കുന്ന പോലീസുകാരുണ്ട്. അല്ലെങ്കിൽ കൃത്യമായി തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ആക്ട് ചെയ്യാത്ത ഒരു സമീപനമുണ്ട്. ഒരുപക്ഷെ സർക്കാർ മാറി വന്നാൽ തങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആ തരത്തിലുള്ള ചിന്താഗതിയാണോ? എന്താണ് സംഭവിക്കുന്നത്? കാരണം തുടരെ വീണ ജോർജിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ട് എന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് പരിശോധിക്കേണ്ടതാണ്. ഇന്നത്തെ കാര്യത്തിലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ഒരു നടപടിയാണ് ഉണ്ടായത്? പ്രതിഷേധക്കാരെ നിയന്ത്രിക്കുന്നതിന്, മന്ത്രിയുടെ അടുത്തെത്താതെ നിയന്ത്രിക്കുന്നതിന്, ജീവനും സ്വത്തിനും മന്ത്രിയുടെ കാവലിന് വേണ്ടിയാണ് ഈ പോലീസുകാർ അവരെ അകമ്പടി സേവിക്കുന്നത്. ആ കൃത്യം നിർവഹിക്കുന്നതിൽ പോലീസുകാർ വിജയിച്ചോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കിരൺ. കാരണം കഴിഞ്ഞ 2 അനുഭവങ്ങൾ, ഇന്നത്തെ അനുഭവവും അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഈ സമരക്കാർ ചാടിക്കടന്ന സംഭവം പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ പോലീസ് അവരുടെ കൃത്യം യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ നടപ്പാക്കിയോ എന്ന കാര്യത്തിൽ സംശയം അവശേഷിക്കുന്നുണ്ട് കിരൺ. മന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിലുണ്ടായ KSU ആക്രമണത്തിൽ വലിയ പ്രതിഷേധമുയരുകയാണ്. കണ്ണൂർ നഗരത്തിൽ ഇപ്പോൾ CPM-ന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. മന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചതിന്റെ ഫോട്ടോസാണ് നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.